ഹായ്, നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? അപ്പത്തിൻ്റെയോ ചപ്പാത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാട്ടോ. ചിക്കൻ ഫ്രീസറിലായിരുന്നു ഒന്നുകൊണ്ട് കഴുകി ചെറിയ കഷ്ണമാക്കി. ഈ വലിയ ചിക്കൻ കഷ്ണമാണെങ്കിൽ അതിന് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. മുറിച്ച് നോക്കി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടതാ നൈസ് പോകാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ക്യാരറ്റ് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ഒരു 1.5 ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് ആക്കി എടുത്തു. അതിന് ഉരുളക്കിഴങ്ങ് ഒരു 2 ചെറിയ മീഡിയം ഉരുളക്കിഴങ്ങ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇച്ചിരി ഏറെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ച് കുക്കറിൽ വേവിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതാണ്. എരിവില്ലാത്തോട്ട് കുട്ടികൾ കഴിച്ചോളും. മറ്റുള്ള ചിക്കൻ കറി പോലെയല്ല, ഇത് കഴിക്കുമ്പോൾ പിള്ളേരത് കഴിച്ചോളും. കിഴങ്ങൊക്കെ ആവിയിൽ നമ്മൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാൽ പോടുകയാണ്. എണ്ണ പോലും ചേർക്കാതെ പുഴുങ്ങുമ്പോഴത്തേക്ക് അത് ആ ചിക്കൻ്റെ അതിനകത്ത് കിടന്നിട്ട് ആ വെള്ളത്തിലൂടെ കടന്നിട്ട് പുഴുങ്ങുന്നത്. അപ്പോൾ ആ ഒരു സത്തും കൂടെ കിട്ടും, കുട്ടികളെ കഴിക്കണം നല്ല. അപ്പോൾ ഞാനതെല്ലാം കൂടി എടുത്തിട്ട് കഴുകി എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ഞാൻ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഉരുളിക്കകത്ത് 2 മുളക് കൂടി എടുത്തിട്ടുണ്ട്. ഒരു മുളക് ഞാൻ 2-3 മുളക് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഞാൻ കഴുകി നല്ലോണം വെള്ളത്തിൽ കഴുകിയത് നുറുക്കി നല്ല അത്യാവശ്യം മുഴുത്ത കഷ്ണമായിട്ടാണ് കേട്ടോ മുറിച്ചേക്കുന്നത്. കാരണം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് അതൊന്ന് വെന്തോളും, ചിക്കൻ്റെ കൂടെ വെന്തുടഞ്ഞു പോകുന്നില്ല, അങ്ങ് ആവശ്യത്തിന് വെന്തോളും, കഷ്ണമായിട്ട് തന്നെ കടന്നോളും. നമ്മൾ 2 വിസിൽ എടുക്കുന്നുള്ളൂ, മാക്സിമം തീയിലിട്ടിട്ട് 2 വിസിൽ. അതും ചിക്കനും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒരു പച്ചമുളകും കൂടെ. ഇതിൻ്റെ കൂടെ ഞാൻ ബേ ലീഫും കൂടെ ഇടുന്നുണ്ട്. ഞാൻ എടുക്കാൻ ഞാൻ വീഡിയോ ബേ ലീഫ് 2 കൂടിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടു. ഒരുപാടൊന്നും ഇടുന്നില്ല, ആവശ്യത്തിന് ഇച്ചിരി കുറച്ച് 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അതിനെ വേവിക്കാൻ വെക്കുക കേട്ടോ. ഫുൾ തീയിലിട്ടിട്ട് 2 വിസിൽ മതി. അപ്പോഴേക്ക് ചിക്കനും വേവും, ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വേണം കേട്ടോ. പെട്ടെന്നാവും, ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്കർ അടിച്ചോളും. ആ സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് കൊത്തിയരിയണം സവോളയൊക്കെ. ഇങ്ങനെ കഷ്ണമാക്കാതെ നല്ലോണം കൊത്തിയരിയണം. കൊത്തിയരിഞ്ഞ് നല്ലോണം ഇങ്ങനെ അരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വഴറ്റണം. നമ്മൾ ഇത്രയും സാധനം എടുത്തേക്കുന്നത് പച്ചമുളക്, ഒരു 2 പച്ചമുളക്, എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂടുതലെടുക്കാം. പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില നമ്മൾ പിന്നിട്ട് കൊടുക്കും. അത്രയും സാധനം നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് സ്പൈസസ് വേണം, അത് ഞാൻ കാണിക്കാം. ആ സമയം കൊണ്ട് ഒരാളോട് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ അവിടെ കയറിയിരുന്നിട്ട് ഇന്ന് റീൽ എടുക്കുന്നത് നോക്കുമല്ലോ, ഇതുപോലെ ഉണ്ടാക്കുമോ, എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ചോദിച്ചിരിക്കുവാണേ. ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തു. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ. ഞാൻ പറഞ്ഞല്ലോ ബേ ലീഫ് ഞാൻ ചിക്കനിൽ ഇട്ടായിരുന്നു. ആ ഗ്രാമ്പൂ ഇട്ടിട്ട് അത് ഏലക്ക മാത്രം ഒന്ന് ഞെട്ടിക്കണം. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, സവോള, ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടി ഇട്ട് വഴറ്റുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നൊന്ന് ഗോൾഡൻ കളർ ആവുമെന്ന് വേണ്ട, അതൊന്നായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് സവോള, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കൂടെ ചേർത്ത് നമ്മൾ നല്ലോണം വഴറ്റുക കേട്ടോ. കുറച്ച് നേരം വഴറ്റി ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. വഴറ്റിയിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ആവാനോ അല്ലെങ്കിൽ ഡ്രൈ ആവാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. വഴന്ന് വന്നപ്പോൾ തോന്നില്ല. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടുള്ളായിരുന്നു. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് നല്ലോണം വഴഞ്ഞ് അത്യാവശ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, കളർ ചേഞ്ച് ഒക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ ചിക്കൻ അത് കഴിഞ്ഞത് ആയി വരുന്നുണ്ട് കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒരുപാടൊന്ന് ഗോൾഡൻ കളർ ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റൂവിന് ഒന്ന് വാടി വന്നാൽ മതി. ഈ സാധനങ്ങളെല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5-10 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ സാധനം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. കുക്കർ തുറന്നപ്പം ആവിയെല്ലാം പോയിട്ട് കേട്ടോ. ബേ ലീഫ് കിടക്കുന്നുണ്ടോ, നല്ല വൃത്തി കിടപ്പുണ്ട്. 2 കരിയാപ്പിലയും ബേ ലീഫും അതിനകത്ത് ഇട്ട് കൊടുത്തിരുന്നു. അതവിടെ ആയിട്ട് നല്ല വെന്തിരിപ്പുണ്ട്, ഉടഞ്ഞും പോയിട്ടില്ല. അതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും 2 വിസിൽ അടിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ ഇതിലേക്ക് ഇടുക. കുറച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിന് കഷ്ണം മാത്രം എടുത്ത്. സ്റ്റൂവിൽ നമുക്ക് വെള്ളം വേണ്ട. അതിന് നമ്മൾ ആ കഷ്ണങ്ങൾ മാത്രം കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് വെള്ളം ഇടാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ വഴറ്റി എടുത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് വെച്ചായിരുന്നു. കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി നമ്മൾ മാത്രം ഇതിനകത്ത് പൊടിയായിട്ട് ചേർക്കുന്നത്. വേറെ ഒരു പൊടി നമ്മൾ ചേർക്കത്തില്ല, മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല. ഞാനൊന്ന് തുറന്ന് വെച്ചതാട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തുറന്ന് വെച്ചതാണേ. തുറന്ന് വെച്ച് ഇച്ചിരി പാല്, ഇത് 2ാം പാലാണ്. പാലും വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാലിനകത്ത് വെള്ളം കലക്കി നീട്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ മൊത്തം നല്ല കുറുകിയ പാലല്ല, നല്ല ഇച്ചിരി പാലും കൂടെ തേങ്ങാപ്പാലാണ്. റെഡിമെയ്ഡ് തേങ്ങാപ്പാലിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഹാഫ് പാലും ഹാഫ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ ഞാൻ നല്ലോണം ഇളക്കിയിട്ട് ഞാൻ മൂടി വെച്ചു.
അതിലൂടെ മൂടി കുറച്ച് നേരം വെക്കണേ. കുറച്ച് നേരം വെച്ച് ഇങ്ങനെ മേലെയും കുറച്ചും തുറന്നിട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പം അതൊന്ന് നല്ലോണം വറ്റി വരാൻ വേണ്ടി ഞങ്ങൾ തുറന്ന് വെച്ചേക്കോ ഇനി കേട്ടോ. ഞാൻ കുറച്ച് നേരത്തേക്ക് തുറന്ന് വെച്ചു, ചെറിയ ലോ തീയിൽ തുറന്ന് വെച്ചു. കാരണം നമ്മുടെ വെജിറ്റബിളും ചിക്കനൊക്കെ ഓൾറെഡി വെന്തെക്കുന്നതാണേ, അതുകൊണ്ടാണ് അത് തുറന്ന് വെച്ചത്. തുറന്ന് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിന് കുറുകി വരും, നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറുകി വന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലായി നല്ലോണം ഇത് കുറുകി വരും കേട്ടോ. അങ്ങനെ കണ്ടോ കുറുകി വരുന്നുണ്ട്, വെള്ളമയം എല്ലാം മാറി അത് അതിൽ കിടന്ന് കുറുക്കും. അപ്പോൾ ആ പാലിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ചിക്കനിലും ഒക്കെ പിടിക്കും. ആ ഒരു ഇച്ചിരി എരിവ് മുമ്പോട്ടെന്നാലും ആ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ എരിവൊക്കെ അങ്ങ് മാറും കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി ചിക്കന് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ഇനി വേണ്ടത് നല്ല പാല്, കട്ടിയുള്ള പാല്, വെള്ളം ഒഴിക്കാത്ത, വെള്ളം ചേരാത്ത പാല്. സാധാരണ പാലും വേണമെങ്കിൽ ഒഴിക്കാം, ആൾക്കാരങ്ങനെ ചെയ്യും. ഞാൻ തേങ്ങാപ്പാലാണ്, റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്ന പാല് പിഴിഞ്ഞ് ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം. നല്ല കട്ടിയുള്ള പാല് 1 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് കേട്ടോ, ഒരു 75 ml ഗ്ലാസ് ആയിരിക്കും. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടും ഇനി നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് അതിനെ ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ചൂടാക്കിയെടുത്ത് നല്ലോണം അത് ആവി ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റൂ ഓൾറെഡി ആയത് ഒന്നുകൂടി ചൂടാക്കാൻ വേണ്ടി വെച്ചതാ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, തിളക്കരുത്, തിള വരരുത്. അപ്പം നമ്മുടെ സ്റ്റൂ റെഡിയായി. നല്ല അടിപൊളി സ്റ്റൂ ആട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിന് മാവ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ അരച്ച മാവാണ്. മാവ് അരച്ചു വെച്ചിരുന്ന നല്ല കല്ലപ്പം കേട്ടോ, ഉള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് അരി അരച്ച നല്ല കല്ലപ്പവും സ്റ്റൂ കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് വേണേൽ കഴിക്കാം, ചപ്പാത്തിയോ അപ്പോ എന്ത് വേണേൽ ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ അപ്പവും സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ കഴിച്ചോളും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, പെട്ടെന്നാവും. എല്ലാം കൂടി ഞാനൊരു 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. പെട്ടെന്നാവും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.